ഹായ് നമസ്കാരം. നമുക്ക് എല്ലാത്തിനും 3 വശങ്ങളുണ്ട്. അതെങ്ങനെയാണ്? 3 വശങ്ങൾ, 2 വശങ്ങളല്ല. ഒരു ദുഃഖത്തിനൊരു സന്തോഷം, ഒരു ആണിനൊരു പെണ്ണ്, അല്ലേ? ഒരു രാത്രിക്കൊരു പകൽ, ഒരു ഭൂമിക്കൊരു ആകാശം. അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയുക. പക്ഷേ ഇതിൻ്റെ എല്ലാം നമുക്ക് മൂന്നാമതൊരു വശം നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമുക്കിതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. അതായത് ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം, അങ്ങനെയല്ല നമ്മൾ ദുഃഖം വരുമ്പോൾ നാളെ സന്തോഷം വരും എന്ന് പറഞ്ഞല്ല നമ്മളതിനെ നേരിടേണ്ടത്. ദുഃഖത്തെയും സന്തോഷത്തെയും ഒരുപോലെ കാണാൻ പഠിക്കുക. കാരണം ദുഃഖം നിങ്ങൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാളെ സന്തോഷത്തിൽ മതിമറക്കാനുള്ള ചാൻസാണ് കൂടുതൽ. ദുഃഖത്തിൽ നിങ്ങൾ ഒരുപാട് തളർന്നു പോകുമ്പോൾ സന്തോഷത്തിൽ മതിമറക്കാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം നിങ്ങളെപ്പോഴും ദുഃഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദുഃഖത്തിലിരിക്കുമ്പോൾ സന്തോഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 വശം മാത്രമേ നിങ്ങൾക്കറിയൂ. അപ്പം നമ്മളെന്ത് ചിന്തിക്കണം? ദുഃഖം വരുമ്പോൾ നമ്മൾ അതിനെയും സ്വീകരിക്കരുത്, സന്തോഷം വരുമ്പോൾ നമ്മൾ അതിനെയും സ്വീകരിക്കരുത്. അതായത് നമ്മൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടാവണം. അത് നമ്മളുടെ ദുഃഖത്തെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? നിങ്ങൾ സന്തോഷം വരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തെയാണ് സ്വീകരിക്കുക. ദുഃഖത്തെ എങ്ങനെയെങ്കിലും അവഗണിച്ച് കളയാനാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത്. രണ്ടിനെയും ഒരേപോലെ കാണാൻ പഠിക്കുക. അതിനാണ് നമ്മൾ സമചിത്തത എന്ന് പറയില്ലേ, സമചിത്ത മനോഭാവം. അത് ഒരേപോലെ കാണാൻ പഠിക്കുക. അതാണ് 3ാമത്തെ വശം. എല്ലാത്തിലും ഉണ്ട് 3ാമത്തെ വശം. ഒരു നാണയത്തിന് 2 വശങ്ങളല്ല, 3 വശങ്ങളാണുള്ളത്. ഇതൊരു വശം, ഇത് മറ്റൊരു വശം, ഇതാണ് ആ 3ാമത്തെ വശം. ഇതാരും നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ വശം ഇതൊരു വശം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഈ അടിവശം മറച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ നിന്നാലോ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് നിൽക്കും, അല്ലേ? അപ്പോൾ ദുഃഖവും സന്തോഷത്തെയും ഒരേ തുലാസിൽ നമ്മളവിടെ ബാലൻസ് ചെയ്ത് നിർത്തണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ ഒരു ആണിന് ഒരു പെണ്ണ് അല്ല, നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അതല്ല. ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ മനസ്സുമായും, പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ മനസ്സുമായിട്ട് 3ാമതൊരു വിഭാഗമില്ലേ? നമുക്ക് അവരെ മനസ്സിലാക്കണ്ടേ? അതും പ്രകൃതി തന്നത് തന്നെയല്ലേ. അപ്പോൾ നമ്മളെല്ലാവരെയും മനസ്സിലാക്കണം. എങ്കിലേ ഒരു ആണിനെ ഒരു പെണ്ണിനെ മനസ്സിലാക്കണം, ഒരു പെണ്ണിന് ഒരു ആണിനെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ, കറക്റ്റ് വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുള്ളൂ. ഓക്കെ. അതുപോലെ ഒരു രാത്രിക്ക് ഒരു പകലല്ല, രാത്രിയും പകലുമല്ലാത്ത ഒരു സന്ധ്യ എന്നുള്ളൊരു നേരമുണ്ട്, അല്ലേ? അങ്ങനെ എല്ലാത്തിനുമുണ്ട്. നമ്മളെപ്പോഴും 2 വശങ്ങളല്ല, എല്ലാത്തെയും ഒരുപോലെ കാണാനുള്ള ആ 3ാമത്തെ വശത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.